ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. 2026 എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, നിയമസഭാ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അധികാരം പിടിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് എം എൽ എമാരെ നിർമ്മിക്കുന്ന കാര്യത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് കടന്നു. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ വരുന്നുണ്ട്. അവിടേക്കുള്ള ഫോക്കസിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് വയനാട്ടിലെ നേതൃത്വ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൽ അവര് കേരളത്തെ 3 സോണുകളായിട്ട് തിരിച്ച് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ, അങ്ങനെ 3 സോണുകളായിട്ട് തിരിച്ച് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം, അതിന് മുമ്പ് ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ബൈ ഇലക്ഷനിലൊക്കെ കോൺഗ്രസ് നല്ല വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഇലക്ഷൻ ആണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, അവിടെ കോൺഗ്രസ് അല്ലാതെ മറ്റാരും ജയിക്കില്ല എന്നറിയാം. അതുപോലെ തന്നെ അതിന് മുമ്പ് നടന്നിട്ടുള്ള ഇലക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രമുഖനായ ഒരു നേതാവ് മരിക്കുന്നു, അതിനുശേഷം ഉമാ തോമസ് അവിടേക്ക് വരുന്നു. അങ്ങനെ തന്നെയാണ് അവർ ജയിക്കുന്നത്. അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം. അതല്ലാതെ ഇനിയിപ്പോൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും ഈ രണ്ടിടത്തും കോൺഗ്രസിന് ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ വി ഡി സതീശന് ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വി ഡി സതീശന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടും. കാരണം ഇപ്പോൾ വി ഡി സതീശനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് നിൽക്കുന്നത്. ആ ഒരു മുഖമാകാൻ വേണ്ടി KPCC പ്രസിഡന്റും അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബൈ ഇലക്ഷനും നല്ലൊരു വിജയം ഉണ്ടാക്കുക, അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷന് വലിയൊരു വിജയം ഉണ്ടാക്കുക, ഇതാണ് നിലവിൽ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോൺഗ്രസ്സിലെ പണ്ട് കുറേ ഗ്രൂപ്പുകളായിരുന്നു. ഈ ഗ്രൂപ്പുകളുടെ ഒരു പ്രാതിനിധ്യമൊക്കെ അസ്തമിച്ചിട്ട് ഇപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായി. കാരണം ഈ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് KPCC പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഇരിക്കുന്നത്. അവരൊക്കെ ഇപ്പോൾ വ്യക്തികളായിട്ട് മാറി. ഇപ്പോൾ K സുധാകരന്റെ കുറച്ച് അനുയായികൾ, വി ഡി സതീശന്റെ കുറച്ച് അനുയായികൾ, KC വേണുഗോപാലിന്റെ കുറച്ച് അനുയായികൾ, രമേശ് ചെന്നിത്തലയുടെ കുറച്ച് അനുയായികൾ, അങ്ങനെയായി മുരളീധരന്റെ കുറച്ച് അനുയായികൾ, അങ്ങനെയായി കോൺഗ്രസ്. കാരണം ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരമില്ല. ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നല്ല, വ്യക്തികളും അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുമായിട്ട് കോൺഗ്രസ് മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ കോൺഗ്രസിന് ഒരു ഫ്രണ്ടിലേക്ക് ഒരു നേതാവിനെ വെച്ചിട്ടുള്ള പ്രചരണം നടത്തിയില്ലെങ്കിൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വെച്ചിട്ട് നടത്തിയ പോലെയൊക്കെ, അല്ലെങ്കിൽ കരുണാകരനെ വെച്ച് നടത്തിയിട്ടുള്ള പോലെ, ആന്റണിയെ വെച്ച് നടത്തിയിട്ടുള്ള പോലെ അങ്ങനെ നടത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ പരാജയത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ CPM-നെ സംബന്ധിച്ച് CPM-ന്റെ കുറച്ചധികം വോട്ടുകൾ BJP-യിലേക്ക് പോയി. അത് BJP-യിലേക്കാണ് പോയത്, കോൺഗ്രസിലേക്കല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും, വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും, ജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പല സ്ഥലത്തും BJP-യിലേക്ക് വോട്ടുകൾ പോയി. ആലത്തൂര് ഒരിക്കലും BJP ജയിക്കില്ലെന്നറിയാം. എന്നിട്ടും ആലത്തൂർ മണ്ഡലത്തിൽ ലോക്സഭാ ഇലക്ഷന് BJP സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസിലേക്ക് പോവാതെ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ SDP കോൺഗ്രസിനെ പിന്തുണച്ചത് കൊണ്ടൊക്കെ തന്നെയാണ് പല സ്ഥലത്തും കോൺഗ്രസ് വിജയിക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ പലയിടത്തും വിധി മറിച്ചായിരുന്നേനെ എന്നാണ് ഈ ഇലക്ഷന് ശേഷമുള്ള പഠനങ്ങൾ പറയുന്നത്. CPM-നെ സംബന്ധിച്ച് പിണറായി വിജയൻ ഇതിന് ശേഷം വിശ്രമത്തിലേക്ക് പോകും, അത് ഏതാണ്ട് ഉറപ്പാണ്. അദ്ദേഹം ഭരണം അല്ലെങ്കിൽ അധികാരത്തിൽ കയറിൽ മുറുക്കി പിടിച്ചിരിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ CPM ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തന്നെ ഗോവിന്ദൻ മാഷ് തുടരാണമെന്ന് ആഗ്രഹിക്കുന്നു, അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുപോലെ തോമസ് ഐസക്, ശൈലജ ടീച്ചറിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, P ജയരാജനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, ഇവരൊക്കെ CPM-ന്റെ നേതൃസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ആളെ നിർത്തണം, അവരുടെ മേലൊരു പിടി വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ശരിക്കും പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ ഇലക്ഷൻ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ CPM ശൈലജ ടീച്ചറിനെ ഫ്രണ്ടിൽ തന്നെ നിർത്താനായിരിക്കും സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പോയ വോട്ടുകൾ പിടിക്കാൻ CPM-ന് സാധിക്കും. പക്ഷേ കോൺഗ്രസിന് പുതിയതായിട്ട് വോട്ടുകൾ വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ തന്നെ കറക്റ്റായിട്ട് പോൾ ചെയ്തു, പക്ഷേ CPM വോട്ടുകൾ BJP-യിലേക്ക് പോയി. ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതി CPM നടത്തുമ്പോൾ കോൺഗ്രസിന് പുതിയ വോട്ടുകൾ കിട്ടാതിരിക്കെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയ വോട്ടുകൾ BJP-ക്കാർ പിടിക്കുന്നു. BJP-യും അടുത്ത വട്ടം വലിയൊരു മുന്നേറ്റവുമായിട്ട് നിയമസഭയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കേരളത്തിൽ വലുതായി കാണുന്നു. അതുപോലെ തന്നെയാണ് SDP-യുടെ കാര്യം. SDP-യും നിലവിൽ ഈ ലോക്സഭയിൽ വലിയൊരു പിന്തുണ
ഇവിടെ UDF-ന് കൊടുത്തു. അവളുടെ ഇപ്പൊ CPM-കാർ തന്നെ പറയുന്ന അവളുടെ ഒരുപാട് വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു, അല്ലെ UDF-ലേക്ക് വന്നു, അങ്ങനെയാണ് അവർ വിജയിച്ചത്. MP ഗോവിന്ദൻ മാഷ് പോലും പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിൽ നിയമസഭാ ഇലക്ഷന് ഒരു ത്രികോണ മത്സരം നടക്കുന്നിടത്ത് ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, ഒരു ചതുഷ്കോണ മത്സരമാക്കി മാറ്റിയാൽ, ഒരു 10,000 30,000 35,000 വോട്ടുകൾ പിടിച്ചാൽ ഒരു MLA ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് SDPIക്ക് സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലേക്കൊക്കെ പോകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനാണ് പ്രധാനം. ആ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ, അല്ലെ ഏറ്റവും കൂടുതൽ വാർഡുകൾ, ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ആര് പിടിക്കും എന്നതിനെ സംബന്ധിച്ചിരിക്കും അങ്ങോട്ടുള്ള യാത്രകൾ. അതിനുവേണ്ടിയുള്ള പണി പുറപ്പാടിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഇലക്ഷൻ നമുക്കറിയാം, നമ്മൾക്ക് പരിചയമുള്ള ആളെ, അവിടെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ പരിചയമുള്ള ആളെ, നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്ന ആളുകളെയൊക്കെ തന്നെയായിരിക്കും വിജയിപ്പിക്കാനാണ് പൊതുവെ പറയുന്നത്. എങ്കിൽ പോലും അവിടെ രാഷ്ട്രീയം നോക്കി തന്നെയാണ് ഒരു 60% ആളുകൾ രാഷ്ട്രീയം നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ബാക്കി 40% ആളുകളാണ് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വോട്ട് ചെയ്യുന്നത്. ആ 40% ആളുകളുടെ കയ്യിലാണ് ആര് ജയിപ്പിക്കും, ആര് തോപ്പിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്താൻ ആർക്കാണോ സാധിക്കുന്നത്, അവർക്ക് നിയമസഭയിലും വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതനുസരിച്ചായിരിക്കും കേരളത്തിൽ ഒരു ജനവിധി 2026 ഉണ്ടാവാൻ പോകുന്നത്.